ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഏപ്രിൽ 15-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും മറ്റുള്ള സെക്ഷനിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ക്ലാസ്സസ് വാച്ച് ചെയ്യും, അതിൽ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇനി തൊട്ടിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് പകരം ഇതിൻ്റെ PDF ഫോർമാറ്റ്, ഈ ക്ലാസ്സിൻ്റെ ഓരോ ഇതും PDF ഫോർമാറ്റിൽ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, ഹിന്ദുസ്ഥാൻ സിങ്ക് VEXL എൻവിറോൺ പ്രൊജക്ട് സൈൻ പാക്ട് ടു സെറ്റപ്പ് പൈലറ്റ് പ്രൊജക്ട് ഫോർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ വേദാന്ത ഗ്രൂപ്പ് ഫേമായ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ഭോപ്പാൽ ബേസ്ഡ് VEXL എൻവിറോൺ പ്രൊജക്ട്സ് ആയിട്ട് ഫോർ സെറ്റിംഗ് അപ്പ് പൈലറ്റ് പ്രൊജക്ട് ഫോർ കൺവേർട്ടിംഗ് വേസ്റ്റ് പ്രൊജക്ട്സ് ഇൻ ടു യൂസബിൾ റിസോഴ്സസ്. വേസ്റ്റ് പ്രൊഡക്ട്സിനെ യൂസബിൾ റിസോഴ്സസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പ്രൊജക്റ്റാണ് സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ സിങ്കും വെക്സൽ എൻവിറോൺ പ്രൊജക്ട്സും കൂടിയിട്ട് അവർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. സ്ക്രീൻഷോട്ട് എടുക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ ന്യൂസ് മറ്റേ PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾക്കത് നോക്കിയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അനുരാഗ് കുമാർ അപ്പോയിൻറ്റഡ് ആസ് ജോയിൻറ്റ് ഡയറക്ടർ ഇൻ CBI. അപ്പോൾ അനുരാഗ് കുമാർ ജോയിൻറ്റ് ഡയറക്ടർ ഇൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് അപ്പോയിൻ്റ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അനുരാഗ് കുമാർ IPS ആണ് ഇപ്പോൾ അപ്പോയിൻ്റ് ആയിരിക്കുന്നത് ഇൻ CBI ജോയിൻറ്റ് ഡയറക്ടറായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് തരുമ്പോൾ അതിൻ്റെ നിങ്ങൾക്കത് വായിച്ച് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI റിജക്ട്സ് 2 ആപ്ലിക്കേഷൻസ് ഫോർ സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ്. അപ്പോൾ RBI 2 ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആവാനുള്ള 2 ആപ്ലിക്കേഷൻസ് ആണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് റിജക്റ്റഡ് 2 more applications including that of ദ്വാര ക്ഷേത്രീയ ഗ്രാമീൺ ഫിനാൻഷ്യൽ സർവീസസ് ഫോർ സെറ്റിംഗ് അപ്പ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ്. So earlier in July 2023, it had rejected 3 applications. RBI had received about a dozen applications to set up banks under the guidelines for a TAP licensing of universal banks and small finance banks. അപ്പോൾ ഒരുപാട് അപ്ലിക്കേഷൻസ് ലഭിക്കുന്നുണ്ട്. അതിൽ കുറേ എണ്ണം റിജക്റ്റ് ചെയ്യും, ചിലതൊക്കെ അപ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് RBI ചെയ്യുന്നത്. അതായത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണെങ്കിൽ മാത്രമേ RBI ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ബാങ്കായിട്ട് സ്വീകരിക്കുള്ളൂ. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ദ ഗൈഡ് ലൈൻസ് ഫോർ എ ടാപ്പ് ലൈസൻസിങ് ഓഫ് യൂണിവേഴ്സൽ ബാങ്ക്സ് ആൻഡ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ were issued on 1st August 2016 and 5th December 2019 respectively. In a statement on Friday, the RBI said the examination of 2 more applications for setting up a small finance bank has been completed as per the procedure laid down under extant guidelines. അപ്പോൾ RBI റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് 2 ആപ്ലിക്കേഷൻസ് ഫോർ സ്മോൾ ഫിനാൻസ് ബാങ്ക്സിൻ്റെ 2 ആപ്ലിക്കേഷൻസ് ആണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Revolut gets RBI nod to issue prepaid payment instruments in India. അപ്പോൾ റെവല്യൂട്ട് ഇന്ത്യക്ക് ഇപ്പോൾ April 12 പറഞ്ഞിരിക്കുകയാണ് ഹാസ് റിസീവ്ഡ് ഇൻ പ്രിൻസിപ്പൽ ഓതറൈസേഷൻ ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു ഇഷ്യൂ പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അനുവാദമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ്, സ്വിഗ്ഗി ലോഞ്ചസ് സ്വിഗ്ഗി പൗലീസ് ഇനീഷ്യേറ്റീവ് ഫോർ ഫൈൻഡിങ് മിസ്സിംഗ് പെറ്റ്സ്. അപ്പോൾ ഈ കാണാതായ പെറ്റ്സിനെയൊക്കെ കണ്ടുപിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്വിഗ്ഗി പൗലീസ് എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ദ ഓൺ ഡിമാൻഡ് കൺവീനിയൻസ് പ്ലാറ്റ്ഫോം അൺവെയിൽഡ് ആൻഡ് ഇന്നോവേറ്റീവ് അഡീഷൻ ടു ഇറ്റ്സ് ആപ്പ് സ്വിഗ്ഗി പൗലീസ്. ദിസ് ഫീച്ചർ എംപവേഴ്സ് pet parents to report a missing pet directly on the Swiggy app, harnessing the network of Swiggy's delivery partners
as compassionate allies in the search efforts. Pet parents can report their missing pets directly through the Swiggy app, providing all necessary details and pictures. Swiggy's vast network of over 3.5 lakh delivery partners plays a crucial role in this initiative. If a delivery partner spots a missing pet, they simply need to inform a dedicated team at Swiggy, providing details and location. അപ്പോൾ ഒരു പെറ്റിനെ ഒരു ഡെലിവറി പാർട്ട്ണർ കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, ഡെഡിക്കേറ്റഡ് ടീമിനെ ഷെയർ ചെയ്യുകയാണ് വേണ്ടത്. പ്രൊവൈഡിങ് ഡീറ്റെയിൽസ് ആൻഡ് ലൊക്കേഷൻ കൊടുത്തുകൊണ്ട് ഷെയർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ സ്വിഗ്ഗി പൗലീസ് എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് മിസ്സിംഗ് പെറ്റ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മാരികോം സ്റ്റെപ്സ് ഡൗൺ ആസ് എ ഷെഫ് ഡേ മിഷൻ ഫോർ അപ്കമിങ് പാരീസ് ഒളിമ്പിക്സ്. അപ്പോൾ വരാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഷെഫ് ഡേ മിഷനായിട്ട് അപ്പോയിൻ്റ് ആയിരുന്നു മാരികോം ഇപ്പോൾ അതിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. 6 time വേൾഡ് ചാമ്പ്യൻ ബോക്സർ MC മാരികോം സ്റ്റെപ്പ് ഡൗൺ ആസ് ഇന്ത്യസ് ഷെഫ് ഡേ മിഷൻ ഫോർ ദ അപ്കമിങ് പാരീസ് ഒളിമ്പിക്സ്, saying she is left with no choice due to some personal reasons. അപ്പോൾ പേഴ്സണൽ റീസൺസ് കാരണം കൊണ്ടാണ്, വേറെ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു പൊസിഷനിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ അനൗൺസ്ഡ് ദാറ്റ് മാരികോം ഹാഡ് ആസ്ക്ഡ് ടു ബി റിലീവ്ഡ് ഫ്രം ഹർ പൊസിഷൻ ഇൻ എ ലെറ്റർ അഡ്രസ് ടു ഹർ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇല്ലെങ്കിലും നിങ്ങൾക്ക് നോട്ട്സ് എന്തായാലും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക് അപ്പോയിൻറ്റ്സ് ദീപക് കുമാർ ശർമ്മ ആസ് അഡീഷണൽ ഡയറക്ടർ. അപ്പോൾ സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ദീപക് കുമാർ ശർമ്മയെ അഡീഷണൽ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക് have appointed Deepak Kumar Sharma as an additional director under the independent category on the board of the bank with effect from April 11, 2024. This appointment, which is on the basis of the recommendation of the Nomination and Remuneration Committee and subject to the approval of shareholders of the bank, is for a period of 5 consecutive years with effect from April 11, 2024 per the ബാങ്ക്സ് റെഗുലേറ്ററി ഫയലിംഗ്സ്. അപ്പോൾ സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ദീപക് കുമാർ ശർമ്മയെ ആസ് എ അഡീഷണൽ ഡയറക്ടറായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. HDFC ബിക്കംസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ടു ഓപ്പൺ ബ്രാഞ്ച് ഇൻ ലക്ഷദ്വീപ്. അപ്പോൾ ലക്ഷദ്വീപിലെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിരിക്കുകയാണ് HDFC ബാങ്ക്. അപ്പോൾ ഈ ന്യൂസ് ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ HDFC ബാങ്ക് ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ടു ഓപ്പൺ ബ്രാഞ്ച് ഇൻ ലക്ഷദ്വീപിൽ ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടർ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അത് HDFC ബാങ്കിൻ്റെയാണ്. ആ ഓപ്പൺ ചെയ്ത സ്ഥലം കവറട്ടി ഐലൻഡിലാണ്. ലക്ഷദ്വീപ് ഐലൻഡിലെ കവറട്ടി ഐലൻഡിലാണിത് ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കർണാടക ബാങ്ക് കൊളാബറേറ്റ്സ് വിത്ത് ഫിസ്ഡം ടു പ്രൊവൈഡ് 3-in-1 അക്കൗണ്ട്സ് ത്രൂ മൊബൈൽ ആപ്പ്. അപ്പോൾ കർണാടക ബാങ്ക് FISDOM ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-in-1 അക്കൗണ്ട്സ് മൊബൈൽ ആപ്ലിക്കേഷൻ, കർണാടക ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി 3-in-1 അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊളാബറേഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. കർണാടക ബാങ്ക്, റിനൗണ്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഹാസ് പാർട്ട്നേർഡ് വിത്ത് FISDOM ടു ഓഫർ 3-in-1 അക്കൗണ്ട്സ്, അതായത് സേവിങ്സ്, ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ത്രൂ ഇറ്റ്സ് മൊബൈൽ ബാങ്കിങ് ആപ്പ് KBL മൊബൈൽ പ്ലസ് എന്ന പേരിലുള്ള മൊബൈൽ ബാങ്കിങ് ആപ്പ് വഴി സേവിങ്സ്, ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ചേർന്ന ഒരൊറ്റ അക്കൗണ്ട് ആയിരിക്കും. അതിൽ സേവിങ്സും ഉണ്ട്, ഡിമാറ്റും ഉണ്ട്, ട്രേഡിങ്ങും ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ടാണ്. ദിസ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വിൽ സ്ട്രെങ്തൻ ദ പ്രസൻറ്റ് വാല്യൂ പ്രൊപ്പോസിഷൻ ബൈ അലവിങ് യൂസേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ ഇക്വിറ്റീസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്. പിന്നെ അതിൻ്റെ കർണാടക ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ പേരാണ് ശേഖർ റാവ്. പിന്നെ ഫിസ്ഡത്തിൻ്റെ CEO ആൻഡ് കോ ഫൗണ്ടറാണ് സുബ്രഹ്മണ്യ SV ആണ് CEO ആൻഡ് കോ ഫൗണ്ടർ ഓഫ് ഫിസ്ഡം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ന്യൂസ് ഇതാണ്. JCB ലിറ്റ് പ്രൈസ് അനൗൺസസ് 2024 ജൂറി, ജെറി പിൻറ്റോ, ഷൗനക് സെൻ ആൻഡ് അതേഴ്സ്. അപ്പോൾ JCB ലിറ്റ് പ്രൈസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് 2024 ജൂറി. ജെറി പിൻറ്റോ ആൻഡ് ഷൗനക് സെൻ ആൻഡ് അതേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കിട്ടിയ ആൾക്കാരുടെ പ്രൈസ് കിട്ടിയവരുടെ പേരാണത്
നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വായിക്കാം. ദ JCB പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ലിറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ ലിറ്ററേച്ചർ പ്രൈസ് ആണ്, അത് ഷോർട്ട് ഫോം ആയിട്ട് ലിറ്റിന് എഴുതിയിരിക്കുകയാണ്. സോ ദ JCB പ്രൈസ് ഫോർ ലിറ്ററേച്ചർ, one of the most coveted fiction awards of India, has announced its jury for the 7th edition. അപ്പോൾ ആരൊക്കെയായിരിക്കും ആ ജൂറിയിൽ ഉണ്ടായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റർ ജെറി പിൻറ്റോ ചെയർമാൻ ആയിരിക്കും, ഫിലിം മേക്കർ ഷൗനക് സെൻ, പിന്നെ ആർട്ട് ക്രിട്ടിക്കായ ദീപ്തി ശശിധരനുമായിരിക്കും അതിലുണ്ടായിരിക്കുക. പിന്നെ ട്രാൻസ്ലേറ്റർ ത്രിദീപ് സുഹ്രൂദ് ആൻഡ് ആർട്ടിസ്റ്റ് അക്കി താമി, അവരൊക്കെ ഉണ്ടായിരിക്കും അതിൽ ജൂറിയിൽ. പിന്നെ ലാസ്റ്റ് ഇയേഴ്സ് പ്രൈസ് വാസ് വൺ ബൈ പെരുമാൾ മുരുകൻസ് ഫയർ ബേർഡ്, ₹499 പെൻഗ്വിൻ. അപ്പോൾ പെൻഗ്വിൻ പബ്ലിക്കേഷൻസിൻ്റെ ഇതിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഇയർ പ്രൈസ് കിട്ടിയിട്ടുള്ളത് പെരുമാൾ മുരുകൻ്റെ ഫയർ ബേർഡിനാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ വിലയാണ് ₹499 പെൻഗ്വിൻ പബ്ലിക്കേഷൻസിൻ്റെ. ട്രാൻസ്ലേറ്റഡ് ഫ്രം തമിഴ് ബൈ ജനനി കണ്ണൻ. അപ്പോൾ അത് തമിഴ് വേർഷനായിരുന്നു, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ആക്കിയതാണ് പെരുമാൾ മുരുകൻ. അപ്പോൾ അതിൻ്റെ ഫയർ ബേർഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ ഞാൻ പറയുകയാണ്, കാരണം എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് പറഞ്ഞു വന്ന ഡയലോഗ് ആയതുകൊണ്ട് അങ്ങനെ വരികയാണ്. നിങ്ങൾക്ക് എന്തായാലും PDF ഫോർമാറ്റ് അവൈലബിൾ ആയിരിക്കും, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മൂഡീസ് അനലിറ്റിക്സ് പ്രൊജക്ട്സ് ഇന്ത്യാസ് എക്കണോമി ടു എക്സ്പാൻഡ് ബൈ 6.1% ഇൻ 2024. അപ്പം മൂഡീസ് അനലിറ്റിക്സ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ എക്കണോമി 6.1% ഗ്രോ ചെയ്യും, എക്സ്പാൻഡ് ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് 2024. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. മൂഡീസ് അനലിറ്റിക്സ് ഹാസ് പ്രൊജക്റ്റഡ് എ സ്ലൈറ്റ് അപ്ടിക് ഇൻ ദ ഇന്ത്യൻ എക്കണോമീസ് ഗ്രോത്ത് ഫോർ കലണ്ടർ ഇയർ 2024 ടു 6.1% ഫ്രം 6% ഇൻ മാർച്ച് ദിസ് ഇയർ. അപ്പോൾ മാർച്ചിൽ പ്രഡിക്റ്റ് ചെയ്തിരുന്നത് 6% ആണ്, ഇപ്പോൾ അത് വർദ്ധിച്ചിട്ട് 6.1% ആക്കിയിരിക്കുകയാണ്. ലോവർ ദാൻ ദ ഗ്രോത്ത് ക്ലോക്ക്ഡ് ഇൻ 2023. അപ്പോൾ ഗ്രോത്ത് ഇൻ 2023 ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കമ്മിയാണ് ഈ പ്രഡിക്ഷൻസ് ഒക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ റേറ്റിംഗ് ഏജൻസി സാം സെഡ് ദാറ്റ് ഇന്ത്യാസ് റീസെൻറ്റ് കൺസ്യൂമർ price inflation at around 5% was without clear evidence of a trend towards slowing price pressures. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം, ഈ PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ മൂഡീസ് അനലിറ്റിക്സ് ഇപ്പോൾ ഇന്ത്യയുടെ എക്കണോമി എക്സ്പാൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6.1% 2024 എക്സ്പാൻഡ് ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.